ാണ് പുതിയ തലമുറയെ പ്രത്യേകം ഉണർത്തുന്നതിന് വേണ്ടിയുമാണ്. 1950കളിൽ 51 കാലങ്ങളിൽ പുറത്തിറങ്ങുന്ന അന്നത്തെ പാഠപുസ്തകങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഉച്ചഭാഷിണി എന്ന യന്ത്രം പള്ളികളിലേക്ക് കടത്തിക്കൂട്ടി അത് ആരാധനകളിലേക്ക് കൊണ്ടുപോരുകയും മറ്റും ചെയ്യുന്ന ബിദ്അത്ത് പുത്തൻ വാദമാണെങ്കിലും പുത്തൻ ആചാരമാണെങ്കിലും ഈ ബിദ്അത്തുകൾ സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്നത് അവർ തന്നെ പറയുന്ന കുല്ലു ബിദ്അത്തുൻ ളലാല, എല്ലാ ബിദ്അത്തിനും വഴികേടുകളെല്ലാം നരകത്തിലേക്കുമാണെന്ന് നിരന്തരം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഹദീസിന് വിരുദ്ധമാണ്. ആ ഹദീസ് അവർ തന്നെ പറയുന്നതിന് വിരുദ്ധമായാണ് അവർ പള്ളിയിലേക്ക് ഈ യന്ത്രത്തെയും ഇബാദത്തുകളിലേക്ക് ഈ യന്ത്രത്തെയും കയറ്റിക്കൊണ്ടുവരുന്നതെന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഉലമാക്കൾ. ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലം 1950-51കളിലാണ്. അതൊരു 10 വർഷക്കാലം അങ്ങനെ തന്നെ തുടരുകയാണ്. ആ തുടരുന്ന കാലത്തൊന്നും സുന്നി മഹല്ലുകളിലോ സുന്നി പള്ളികളിലോ ആരാധനകളുമായി ബന്ധപ്പെട്ട് ഈ യന്ത്രം ഉപയോഗിക്കുന്ന ശൈലിയില്ല. പ്രസംഗങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉപയോഗിക്കുന്നവരുമുണ്ട്, ചിലരത് മാറ്റിവെക്കുന്നവരുമുണ്ട്, പുതിയത് നല്ല നിലയിൽ മാറ്റിവെക്കുന്നവരുണ്ട്. മഹാനായ മർഹൂം അല്ലാമ കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാരെ പോലുള്ളവർ, അല്ലാഹു മർക്കദ, അവരെ പോലുള്ളവരൊക്കെ പ്രസംഗത്തിൽ പോലും അത് ഉപയോഗിക്കാതെ മാറ്റി നിർത്തുന്നവരാണ്. ബഹുഭൂരിപക്ഷം ഉലമാക്കളും പ്രസംഗത്തിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നവരുമാണ്. അങ്ങനെ ഉപയോഗിച്ചാലും ആരാധനകളിലേക്കും ഇബാദത്തുകളിലേക്കും ഇത് കൊണ്ടുവരുന്നതിന് ജാഗ്രതയോടുകൂടെ തന്നെ പ്രത്യേകം നോക്കി പ്രതിരോധിക്കുകയായിരുന്നു ഉലമാക്കൾ. എന്തിനിത്? ഈ ഉമ്മത്തിന് ആഖിറത്തിലേക്ക് ആകെ മൊത്തമായി ജീവിക്കുന്ന ജീവിതത്തിനിടയിൽ ആരാധനകൾ എന്ന പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അർപ്പിക്കാനായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പ്രായോഗികമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് ഇബാദത്ത്. മറ്റെല്ലാ വശത്തിലും ഓരോരോ സമയത്ത് വരുമ്പോൾ ആ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചാൽ മതിയല്ലോ ഉമ്മത്ത്. കച്ചവടത്തിന്റെ മസലയാവട്ടെ, മറ്റേത് മസലകളാവട്ടെ, അതുമായി ബന്ധപ്പെടുന്ന സമയത്ത് അറിയേണ്ടതുള്ളൂ. സാധാരണക്കാരായ ആളുകൾക്ക് അറിയേണ്ട വിഷയങ്ങൾ വളരെ പരിമിതവുമാണ്. അങ്ങനെയല്ലല്ലോ ഇബാദത്ത്. ഇബാദാത്തുകൾ എന്നത് ദീനിന്റെ ഭാഗം നമ്മുടെ പരലോക ഗുണത്തിനു വേണ്ടി നമ്മൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ, അതിൻ്റെ തനത് രീതിയിൽ തന്നെ നിലനിൽക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടാണ് അതിൽ ഇത്തിബാഅ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ തിരുചര്യയായി പഠിപ്പിച്ചത്, തിരുചര്യയായി കാണിച്ചത്, അതുപോലെ തന്നെ നിലനിൽക്കേണ്ടതാണ് ആ ഇബാദത്തൊന്നും. ഇബാദത്തുകളുടെ അടിസ്ഥാനം അതാണെന്നും മുബനിൽ ഇബാദത്തി അലാ റിആയത്തിൽ ഇത്തിബാഅ് എങ്ങനെയാണോ അതിനെ പരിഗണിച്ചും അതിനെ സൂക്ഷിച്ചും അതിനെ നിലനിർത്തിയും അതിന്മേൽ നിലകൊണ്ടുകൊണ്ടുമാണ് ഇബാദത്തുകളെ സ്ഥാപിതമായിരിക്കുന്നതും ഇബാദത്തുകൾ ആചരിക്കേണ്ടതുമെന്ന അടിസ്ഥാന തത്വം വെച്ചുകൊണ്ടാണ് ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട പവിത്രത കാത്തു സൂക്ഷിക്കാൻ, തനിമ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാക്കളുടെ ബാധ്യത എന്ന നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിന്റെ മറുവശമായി പരലോകത്തേക്കുള്ള രക്ഷയാക്കി നിശ്ചയിക്കുമ്പോൾ പ്രത്യേകം നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണല്ലോ ഇത് ഇബാദത്തുകൾ. നമുക്കറിയാം, ഒരു അറാബി ഒന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ആഖിറത്തിൽ വിജയിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സഹാത്ത് കരുതുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തം ഉച്ചരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന്റെ പുറമെ നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളായി നാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചത്. ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നു. 5 നേരം നിസ്കരിക്കുക, റമളാൻ വന്നാൽ നോമ്പനുഷ്ഠിക്കുക, മുതലിന് ബാധ്യതപ്പെട്ട സക്കാത്തുണ്ടെങ്കിൽ ഇത് കൊടുക്കുക, ഹജ്ജ് ബാധ്യതപ്പെട്ട പോലെ ചെയ്യുക എന്ന് ഷഹാദത്ത് കലിമക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുമ്പോൾ ആ വിവരണം കേട്ട ആ സ്വഹാബിവരൻ പറയുന്നത്, അല്ലാഹുവാണ്, ഞാൻ ഇതിലൊന്നും ഏറ്റുകയുമില്ല, ഇതിൽ നിന്നൊന്നും ചുരുക്കുകയുമില്ല, ഇത് മാത്രമായി ഞാൻ കൊണ്ടു നടക്കും എന്ന ശൈലിയിലാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രതികരണം ഉണ്ടായത്. സ്വഹാബിയുടെ പ്രതികരണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹം പിന്നിട്ട് പോകുമ്പോൾ, പിന്തിരിഞ്ഞ് സദസ്സിൽ നിന്ന് ഈ ആണയിട്ട് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഫ്ലഹ ഇൻ സ്വദഖ, പരലോകം അവൻ്റേത് വിജയമായി, അവന്റെ പരലോകം സൗഭാഗ്യപൂർണമായി. ഇൻ സ്വദഖ, അവൻ പറഞ്ഞത് പുലർത്തുന്നുണ്ടെങ്കിൽ, ആ പറഞ്ഞത് പുലർത്തിയാൽ സൗഭാഗ്യമായി അവന്റെ പരലോകം എന്ന് നബി പറയുന്നത് 5 വഖത്ത് നിസ്കാരേ ഞാൻ നിർവഹിക്കുള്ളൂ, റമളാൻ മാസത്തിലെ നോമ്പ്,
ഇങ്ങനെയുള്ള ഈ ഫറദായി നബി പറഞ്ഞു കൊടുത്ത ഈ അടിസ്ഥാന കാര്യങ്ങളുടെ മേലിൽ തന്നെ നിലകൊണ്ട് അതിന്മേൽ ഞാൻ നിലകൊള്ളും, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്നും കൂട്ടുകയില്ല എന്നതിന് വ്യാഖ്യാനങ്ങളൊന്നും നൽകാതെ നേർക്കുനേരെ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെയുള്ള ഈ 5 കാര്യങ്ങളിൽ ഒന്നും ഞാൻ ഏറ്റുകയില്ല, ഒന്നും ഞാൻ കൂട്ടുകയില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം, കൂട്ടുകയുമില്ല ചുരുക്കുകയുമില്ല എന്നത് പാലിച്ചാൽ തന്നെ അദ്ദേഹം സ്വർഗം പ്രാപിച്ചു, പരലോകം വിജയിച്ചു എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നത്. ഇതിനെ മുഹദ്ദിസുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പുറവും ഇപ്പുറവും ഒന്നും സുന്നത്തുകളൊന്നും അദ്ദേഹം എടുത്തില്ലെങ്കിൽ പോലും ഹറാമുകളൊന്നും ചെയ്യില്ലല്ലോ, അത് അദ്ദേഹം പറഞ്ഞിട്ടുമില്ലല്ലോ. ഹറാമുകൾ എല്ലാവർക്കും ഹറാമായി തന്നെ അറിയാവുന്ന കാര്യങ്ങളുമാണല്ലോ. അദ്ദേഹം പുലർത്തിയാൽ ഈ നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വർഗപ്രാപ്തി ശരിക്കും ലഭ്യമാകും എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നതെന്ന് മുഹദ്ദിസുകൾ ഈ ഹദീസിൽ വിവരിക്കുന്നത്. എന്താണ് ഈ കാര്യത്തിലുള്ളത്? 5 വഖത്ത് നിസ്കാരമാണ്. ഈ 5 വഖത്ത് നിസ്കാരം കൃത്യമായി ചെയ്യുക. റമളാൻ മാസത്തിൽ നോമ്പ് പിന്നെ പ്രത്യേകം ചെയ്യാനൊന്നുമില്ലല്ലോ, മുഫത്തറാത്ത് മുറിച്ച് പിടിച്ചു നിന്നാൽ മതിയല്ലോ, ബാക്കി കാര്യങ്ങൾ പ്രത്യേകം ചെയ്യാനില്ല. സക്കാത്താവട്ടെ ആവശ്യമുള്ളപ്പോൾ നിർബന്ധ ബാധ്യത വരുന്നവർക്ക് മാത്രം നിർവഹിച്ചാൽ മതി. ഹജ്ജാണെങ്കിൽ ഇസ്തിത്വാഅത്തുള്ളവർക്ക് മാത്രം ഉണ്ടെങ്കിൽ മാത്രം നിർവഹിച്ചാലും മതി. ആർക്കും ഒഴിവില്ലാതെ നിസ്കരിക്കേണ്ടത് നിസ്കാരം തന്നെയാണ് നിർവഹിക്കേണ്ടത്. ഈ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അയാൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നിർവഹിക്കുന്നതിലാണ് പരലോക വിജയത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധിപ്പിക്കുന്നത്. ഈ ഇബാദത്തിനെ അതിന്റെ തനിയായ രൂപത്തിൽ നിലനിർത്തൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം നിലനിൽക്കാൻ, അവന്റെ ആചാരം ശരിപ്പെടാൻ, അവന്റെ ദീന് നിലനിൽക്കാൻ അനിവാര്യമാണെന്നതുകൊണ്ടാണല്ലോ ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പൊ അതിന് തകരാറ് വരുത്തുന്ന, അതിൽ ഭംഗം വരുത്തുമെന്ന് സംശയിക്കുന്നതെല്ലാം ഇല്ലാതാക്കുന്ന മാർഗമാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉലമാ ഈ സമൂഹത്തിൽ പ്രത്യേകമായി ഉപദേശിച്ചു നിർദ്ദേശിച്ചതുമെല്ലാം. ഇബാദത്തുകൾ ധന്യമാക്കുക, ഇബാദത്തുകൾ ശരിപ്പെടുത്തുക എന്നതിൽ അതിലേക്ക് കടന്നു വരുന്നതിനെ പ്രതിരോധിക്കുകയാണ് ഉലമാക്കളുടെ ദൗത്യമെങ്കിൽ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഈ ഉമ്മത്തിന്റെയും ചുമതലയും ദൗത്യവും അതേപോലെ നിന്ന് നിർവഹിച്ചുകൊണ്ട് ഈ സമുദായത്തെ പരലോക വിജയമുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഉലമാക്കൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ അതുകൂടി അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്കും വിശ്വാസത്തിൽ നാശമുണ്ടാക്കുന്ന തരത്തിലേക്കും വിശ്വാസി സമൂഹത്തെ മുശ്രിക്കുകളായും ശിർക്കിന്റെ വാഹകരായും പ്രബോധകരായും പ്രചാരകരായും ചിത്രീകരിക്കുന്ന ആ നിലയിലേക്കും പുത്തൻവാദികൾ രംഗത്ത് വന്നുകൊണ്ട് സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കിയപ്പോൾ, കുഴപ്പമുണ്ടാക്കിയപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അഭംഗുരം തുടർന്നു വന്നതിനിടയിൽ അതേ ഉലമാക്കളെയും പണ്ഡിതന്മാരെയും സ്വാധീനിച്ചുകൊണ്ട് അവരുടെ ആചാരം നാശപ്പെടുത്താൻ, അവരുടെ വിശ്വാസം നാശപ്പെടുത്താൻ, അവരിൽ ദീനിയായി നിലനിൽക്കുന്നത് എന്താണോ, അവർ മുഖേന സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്താണോ അതിൽ കളങ്കം വരുത്തിയാൽ സാധ്യമാകുമെന്ന് പിശാചിന്റെ ദുർബോധന നിമിത്തം ആരാധനകളിലേക്ക് അത് നാശപ്പെടുത്തുന്നതിലേക്കുള്ള ചിന്തയിൽ പ്രത്യേകമായി ശരീരേച്ഛകൾ ചൊല്ലിക്കൊടുക്കുന്ന, അതിലൂടെ പിശാച് സാധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള വഴികേടിലേക്ക് സമൂഹത്തെ നയിക്കുന്നതിലേക്ക് വന്നപ്പോൾ ബിദ്അത്തിന്റെ പാർട്ടികൾ മാത്രം പള്ളികൾ സ്ഥാപിച്ചിരുന്ന ഈ യന്ത്രം സുന്നി പള്ളികളിലേക്കും വരുന്ന ഒരു ചുറ്റുപാട് വരുമ്പോഴാണ് പ്രത്യക്ഷത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വരുന്നത്. അകത്ത് നിന്നുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഉണ്ടായിത്തീരുന്ന പുത്തൻ ചിന്തകൾക്കും പുത്തൻ പരിശ്രമങ്ങൾക്കും പുത്തൻ നീതികൾക്കും എതിരായി സംഘടനക്കകത്ത് എന്നും പൊരുതിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ടവർ പുതിയ പുതിയ ചിന്താഗതികൾ ഈ ദീനിൽ നശിപ്പിക്കുന്നതിന് വേണ്ടി ബിദ്അത്തിന്റെ ഛിദ്രശക്തികൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഥയറിയാതെ അവരോടൊപ്പം കൂടിക്കൊണ്ടിരിക്കുന്ന ഉലമാക്കളെ തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും ബദ്ധശ്രദ്ധരായിരുന്ന ശൈഖുനാ അവറുകൾ, തന്റെ ജീവിതാന്ത്യം വരെ അതിനുവേണ്ടി പരിശ്രമിച്ച ശൈഖുനാ അവറുകൾ ഒപ്പം നിന്നുകൊണ്ട് പറയുന്നതിൽ നിന്ന് വിട്ട് കൂടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വരുമ്പോഴാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതപ്പറ്റെന്ന് നിലനിർത്തിപ്പോന്ന 4 മദ്ഹബുകളും സംരക്ഷിക്കുക എന്ന ആ മഹത്തായ ചുമതലയിൽ നിന്ന്, നയത്തിൽ നിന്ന്, തീരുമാനത്തിൽ നിന്ന്, കീഴ്വഴക്കത്തിൽ നിന്ന് മാറി വരുമ്പോഴാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രസിഡന്റ് സ്ഥാനം ബഹുമാനപ്പെട്ടവർ രാജിവെക്കേണ്ടി വരുന്നത്.
അങ്ങനെ രാജിവെച്ച ശേഷമുള്ള ജീവിതമാണ് നമുക്കറിയാവുന്ന, ഇന്നത്തെ തലമുറക്കറിയാവുന്ന ജീവിതം. ഈ കാലത്തിലിടലും 67 മുതൽക്കുള്ള 77, 87 എത്തുന്നതിന് മുമ്പ് 85, ആ 85 വരെയുള്ള അത്രയും കാലത്തെ ജീവിതമാണ് ഏറെക്കുറെ ഇന്ന് നിലനിൽക്കുന്ന തലമുറക്ക് അറിയാവുന്ന, നമുക്കൊക്കെയും അറിയാവുന്ന ശൈഖുനായുടെ ജീവിതം. അതിനു മുൻപുള്ള ജീവിതത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസവുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. 925 മുതൽക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുന്നണിയിൽ ശൈഖുന വിടുന്നത്. അക്കാലമത്രയും ബഹുമാനപ്പെട്ടവർ നടത്തിപ്പോന്നിരുന്ന ആ ദൗത്യം അതേ നിലയിൽ തന്നെ നിർവഹിച്ച ശേഷം പുതിയ സംഘം ഉണ്ടായി. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ട ശേഷവും അഭംഗുരം തുടരുകയാണ് അവിടുന്ന്. അപ്പൊ അവിടെ ആളുകളോ കൂട്ടമോ ബഹളമോ പിന്നിലാളുണ്ടെന്നോ തക്ബീർ ചൊല്ലാൻ എത്ര പേരുണ്ടെന്നോ ഇതൊന്നും നോക്കുന്നില്ല ബഹുമാനപ്പെട്ടവർ. ആത്മാർത്ഥമായി തൻ്റെ ഒരു ചുമരിലുള്ള പണ്ഡിതൻ എന്ന നിലയിലുള്ള ദൗത്യമാണ് അവിടുന്ന് നിർവഹിക്കുന്നത്. അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അവിടുത്തെ നിയോഗമാണ് അവിടുന്ന് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലൊക്കെയും അള്ളാഹുവിലേക്കുള്ള ദഅവ, അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള ദഅവ, അതുവഴി പരലോകം ജനങ്ങൾക്ക് രക്ഷപ്പെടുന്നതിനും വിശ്വാസികൾക്ക് രക്ഷപ്പെട്ട് കിട്ടുന്നതിനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ, ഇതാണ് ബഹുമാനപ്പെട്ടവരും സമാന ചിന്താഗതിക്കാരായ ഉലമാക്കളും എല്ലാം നിലനിർത്തി പോന്നിട്ടുള്ളത്. ഈ നിലനിർത്തി പോന്ന അതേ രീതിയിൽ തന്നെ വഫാത്ത് വരെ പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിച്ചു. സമസ്തയിൽ നിന്ന് വന്ന് വിട്ടുപോന്ന ശേഷവും സഹോദര സംഘം എന്ന നിലക്ക് താൻ സേവിച്ച, താൻ പരിശ്രമിച്ചു വളർത്തിയ, ആദ്യം മുതൽ അവസാനം വരെയും താൻ വിട്ടുപോരുന്നത് വരെയും താൻ അഭംഗുരം പരിശ്രമിച്ച് വളരെയധികം പ്രയാസപ്പെട്ട് പരിശ്രമിച്ചിട്ടുള്ള ആ സംഘത്തിന്റെ കീഴിൽ വല്ലതും വന്നാൽ, വല്ലതും കണ്ടാൽ, തെറ്റുകൾ കണ്ടാൽ ആ തെറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഓരോരോ സമയത്തും ഉണർത്തിക്കൊണ്ടും ഏതു തരത്തിൽ ഏതെല്ലാം വിധത്തിൽ അവരെ ശരിപ്പെടുത്താനും അവർ ഉണ്ടാക്കി തീർക്കുന്ന പൊല്ലാപ്പുകളും പ്രശ്നങ്ങളും പൊതുജനങ്ങളെ പ്രത്യേകം തെര്യപ്പെടുത്താനും സാധിക്കുമോ അങ്ങനെയൊക്കെ സാധിക്കുന്നത് പോലെ നിർവഹിച്ചുകൊണ്ടാണ് സമസ്തയിൽ നിന്ന് വിട്ടുപോന്ന ശേഷമുള്ള ദശകങ്ങളിലും അവസാന ദശകങ്ങളിലും ശൈഖുനാബുകളുടെ ജീവിതം. നമുക്കറിയാം, ഓരോരോ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനാൽ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങൾ ഈമാനിക വെളിച്ചം കൊണ്ടും വഹയിന്റെ ദിവ്യ വെളിച്ചം, നേരിട്ട് വഹി വരുന്ന വെളിച്ചമില്ലെങ്കിലും വഹിയായി ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ വെളിച്ചം, അതുപോലെ തിരു ഹദീസുകളിലൂടെയുള്ള വഹയിന്റെ വെളിച്ചം, അത് ഉൾവഹിച്ചുകൊണ്ടു തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ അവർകൾ ആ വെളിച്ചം കൊണ്ട് കണ്ട് പ്രവാചകന്മാരുടെ പ്രവചന ദൗത്യമാണ് ബഹുമാനപ്പെട്ടവർ നിർവഹിച്ചിരുന്നത്. വഹിയിറങ്ങിയിട്ട് നേരിട്ട് അല്ലാഹു തആല നൽകുന്ന വസ്തുതകളാണ്, സന്ദേശമാണ് പ്രവാചകന്മാർ വഹിയായി നൽകുന്നതെങ്കിൽ വേദത്തിൽ ഇറക്കപ്പെട്ടിട്ടുള്ള തിരുമൊഴികളിൽ അന്തർഭവിച്ചിട്ടുള്ള ആ വെളിച്ചമാണ് ഉഖറവിയായ ഉലമാക്കൾ ഉൾവഹിക്കുന്നത്. ആ വെളിച്ചം കൊണ്ടാണ് അവർ നോക്കുന്നത്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാ. ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസി മുഖത്ത് നോക്കിയോ മറ്റോ ലക്ഷണം പറയുന്നത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം, നിങ്ങൾ പ്രത്യേകം പേടിക്കണം, ജാഗ്രതയോടുകൂടെ അതിൻ്റെ മുൻപിൽ നിൽക്കണം. കാരണം അവർ ഈമാനിന്റെ നൂറ്, അല്ലാഹു തആല നൽകുന്ന നൂറ് കൊണ്ടാണ് നോക്കുന്നതെന്ന്. ആ നൂറ് കൊണ്ടുള്ള ദൃഷ്ടി പ്രകാരം തന്നെ ക്രാന്തദർശിത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ മഹത്തായ വെളിച്ചം കൊണ്ട് ദീർഘമായി നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിലൂടെ ബഹുമാനപ്പെട്ട ശൈഖുനാ അവർകൾ ജീവിച്ച കാലമത്രയും സമൂഹത്തെ നയിക്കാനും മറ്റുള്ളവരെ തിരുത്താനും വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ള, ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മോശപ്പെട്ട ദുർഭഗ ഫലങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ 975 അതുവരെ കേരളത്തിൽ ഇല്ലാത്ത ഒരു പുതിയ രീതി വരികയാണ്. ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇൽമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇൽമിന്റെ സാധനയും ഇൽമ് ലക്ഷ്യമാക്കലും ഇൽമ് കരസ്ഥമാക്കലും അതിനെ പ്രബോധനം ചെയ്യലും തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ പ്രത്യേകമായി മറ്റുള്ളവരെ പോലുള്ള ചിന്തകൾ ഉണ്ടാക്കി രാഷ്ട്രീയ രംഗത്തും ഭൗതിക കലാലയങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ സംഘടിച്ചതുപോലെ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് SSF എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി സംഘം മുതഅല്ലിമീങ്ങൾക്കിടയിൽ കൂടി രൂപീകരിക്കുന്ന ഒരു ചുറ്റുപാട് 975 വരുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ അവർകൾ നുസ്രത്തുൽ അനാമിലൂടെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു.
അതുകൊണ്ടുണ്ടായിത്തീരുന്ന ദൂഷ്യങ്ങളെ കുറിച്ച് പ്രത്യേകമായി മുന്നറിയിപ്പ് നൽകി. എന്തായിരുന്നു ശൈഖുനാബകൾ ചൂണ്ടിക്കാണിച്ചത്? ഭൗതിക കലാലയങ്ങളിൽ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനിയായ ലക്ഷ്യമില്ല, പരലോകം ലക്ഷ്യമല്ല, രാഷ്ട്രീയവും ഭരണവുമൊക്കെയാണ് അവരുടെ ലക്ഷ്യം. ആ രംഗത്ത് ശോഭിക്കലാണ് അവർക്ക് നേട്ടം, ജോലി ശരിപ്പെടലാണ് അവരുടെ നോട്ടം. അതുമായി ബന്ധപ്പെട്ട് അത് സാധിക്കുന്നതിന് വേണ്ടി ഈ ദുന്യാവിലെ കാര്യങ്ങൾ നിരന്തരമായ സമരങ്ങളിലൂടെ, പരിശ്രമത്തിലൂടെ, ബഹളങ്ങളിലൂടെയാണ് നേടിയെടുക്കാൻ പറ്റുന്നത് എന്ന നിലക്ക് ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ പരിശീലനത്തിന് തന്നെ ഒരുപക്ഷെ സംഘടനാ പ്രവർത്തനങ്ങളും മറ്റും ആവശ്യമാകും. നാളെ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളായി നിയമസഭയിലേക്കും മറ്റും മത്സരിക്കാൻ അവർക്ക് പരിശീലനം വേണം, നിയമസഭയിൽ തർക്കിക്കാൻ അവർക്ക് പരിശീലനം വേണം. ഈ പരിശീലനത്തിൻ്റെ ഒക്കെ വേദിയാക്കി അവർക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ പറ്റും. അതേ രീതിയല്ലല്ലോ മതവിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ലല്ലോ. ഭൗതികമായ താല്പര്യങ്ങളൊന്നുമില്ലല്ലോ. ഇൽമ് നേടലാണ് അവരുടെ ലക്ഷ്യം. ഇൽമ് നേടാൻ വേണ്ടി നിയോഗിതരായിരിക്കുന്ന ആ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സംഘടനയുണ്ടാക്കി ആ സംഘടനയിൽ പ്രവർത്തനം വന്നാൽ ആ സംഘടന പിന്നീട് ഉയർന്ന് ഭൗതിക ചിന്തയോടുകൂടെ വളർന്ന് നശിപ്പിക്കുന്നതിലേക്ക് എത്തുമെന്നും വാല് തലയാകുന്ന ദുർഗതി അതിനാൽ ഉണ്ടായിത്തീരുമെന്നും ബഹുമാനപ്പെട്ട ശൈഖുനാബകൾ താക്കീത് ചെയ്തു. SSFന്റെ ഈ ഉദയകാലത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാബകൾ പറഞ്ഞിട്ടുള്ള അതേ വസ്തുത തന്നെയാണ് പിന്നീട് നമ്മൾ മറുപക്ഷത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമായുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. SSFന്റെ രൂപീകരണത്തിന് ശേഷം, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ ശേഷം സംഘടനാ ശൈലി തന്നെ മാറുകയാണ്. ഉലമാക്കന്മാരുടെ സംഘടനയുടെ പവിത്രത തന്നെ ഇല്ലാതാവുകയാണ്. കാരണം ചെറിയ കുട്ടികൾ ഭൗതിക കലാലയങ്ങളിലെ കുട്ടികളോട് സമന്വയം ചേർന്നുകൊണ്ട് ഭൗതിക കലാലയങ്ങളിലെയും മതവിദ്യാരംഗത്തുമുള്ള വിദ്യാർത്ഥികൾ ഒന്നിച്ചു ചേർന്നാൽ ശൈഖുനാബകൾ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടല്ല അവിടുന്ന് ഇങ്ങോട്ട് തിന്മകളാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തേക്ക് പകരുന്നത്. അങ്ങനെ തന്നെയാണ് സംക്രമിച്ചത്. ഭൗതിക കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സ്വഭാവങ്ങൾ അപ്പടി പകർത്തുന്ന ഒരു രീതിയിലേക്ക് ആ സംഘം വളർന്ന് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉസ്താദുമാരാകുന്ന ഈ വിദ്യാർത്ഥികളുടെ ഉസ്താദുമാരാകുന്ന ജീവിത ശൈലിയെ തന്നെ, അവരുടെ ജീവിത ശൈലിയെ തന്നെ മാറ്റുന്നതിലേക്ക് എത്തിച്ചേരുകയാണ്. ദർസിലെ വിദ്യാർത്ഥികൾ നാശപ്പെട്ടാൽ ആ വിദ്യാർത്ഥികളുടെ തർക്കത്തിനും ആ വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിനും അവരുടെ നിർബന്ധത്തിനും അനുസരിച്ചൊക്കെ ദുർബലരായ ഉസ്താദുമാര് നീങ്ങേണ്ടി വരുന്ന ചുറ്റുപാട് നമുക്കൊക്കെ വായിച്ചാൽ അറിയാലോ. കുട്ടികൾ ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇനി ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച സ്ഥലം മാറേണ്ടി വരും. നമുക്ക് ഇവിടെ പറ്റില്ല, നമുക്ക് അത് ചെയ്യണം, നമുക്ക് ഇത് ചെയ്യണം എന്ന് ദർസിൽ വിദ്യാർത്ഥികൾ യൂണിയും കൂടി ഒന്നിച്ചു പറഞ്ഞാൽ ഉസ്താദന്മാരെ സമ്മതിക്കേണ്ട ഒരു ഗതി വരുന്നുണ്ട്. ഈ ഒരവസ്ഥ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദത്തിന് ഉസ്താദന്മാര് വഴങ്ങുന്ന രീതിയാണ്. ആ രീതി വന്നാൽ ആകെ കുഴഞ്ഞു പോകുന്ന ഒരു രീതി വരുമെന്ന നിലക്ക് തന്നെ SSFന്റെ രൂപീകരണത്തിൽ കണ്ടതും അത് തന്നെയാണ്. SSFന്റെ അതേ ശൈലിയിലേക്ക് സുന്നി യുവജന സംഘവും ജംഇയ്യത്തുൽ ഉലമായും വരെ പോകുന്ന ഒരു രീതി. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ ആലോചിച്ചു നോക്കൂ. SSFന്റെ ശേഷം അത് രണ്ടും രണ്ട് സംഘമായി മാറിയപ്പോൾ SSFനെ ഒരു കൂട്ടർ കൊണ്ടുപോയി. അപ്പൊ SSFിൽ ഒരു SK കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു SKSSF ആണ് പിന്നെ മറ്റേ കൂട്ടർ രൂപീകരിച്ചത്. SKSSFും SSFും എന്ന രണ്ടു സംഘങ്ങളല്ലേ ശരിക്കും ഹയാത്തായി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഘടകങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഉലമാക്കളും അതുപോലെ യുവാക്കളുമെല്ലാം മാറേണ്ടി വന്നു. ഉലമാക്കന്മാർ ആ രീതിയിലേക്ക് പോകേണ്ടി വന്നു. ഇപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉലമാ സംഘം തീരുമാനിക്കാൻ കാത്തു നിൽക്കേണ്ട, അല്ലാതെ തന്നെ രാഷ്ട്രീയ സംഘങ്ങളൊക്കെ പ്രതികരിക്കുന്നത് പോലെ അപ്പപ്പോൾ ഉണ്ടാകുന്ന ഭൗതിക വിഷയങ്ങളിലെല്ലാം പെട്ടെന്ന് അഭിപ്രായം പറയുകയും പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയും ചെയ്തുകൊണ്ട് പത്രതാളുകളിലും വാർത്താമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ആരായിരിക്കും? ഒന്നുകിൽ നിലവിലുള്ള വിദ്യാർത്ഥി നേതാക്കൾ, അല്ലെങ്കിൽ പണ്ട് വിദ്യാർത്ഥി നേതാക്കളായി വന്നിട്ടുള്ളവർ, വളർന്നിട്ടുള്ളവർ, അവരുടെ തനി സ്വഭാവം പുലർത്തിക്കൊണ്ട് ജംഇയ്യത്തുൽ ഉലമയിലും പറ്റു നിൽക്കുന്നവർ. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നതൊക്കെ. തനി വിദ്യാർത്ഥി സംഘങ്ങൾ, ഭൗതിക വിദ്യാർത്ഥി സംഘങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തനത്തിന്റെ രീതിയിലേക്ക് മൊത്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മൾ കാണുകയാണ്. ആ ഒരു സ്ഥിതിവിശേഷം വന്ന് ഇപ്പോൾ വാസ്തവത്തിൽ SKSSF നയിക്കുന്ന വഴിക്ക് മാത്രം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോകുന്ന ഒരു ചുറ്റുപാടിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം
സംഘടനാ സംവിധാനത്തിന്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ അവകാശവാദവുമുള്ള സംഘം ഒരു പരിവർത്തനം ചെയ്തിരിക്കുകയാണ്. ആ പരിവർത്തന രൂപത്തിലാണ് ഇപ്പോൾ പോകുന്നത്. SKSF നയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നയിക്കുന്ന ആളുകൾ പറയുന്ന രീതിയിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പറയുന്നിടത്ത് എത്തിയിരിക്കുകയാണ്. ഈ എത്തിയിടത്ത് എത്തി ഇതുവരെ പോന്നിരുന്ന HSSന്റെയും SSFന്റെയും രീതി നമുക്കറിയാം. ഒന്ന്, രാഷ്ട്രീയ രംഗത്തുള്ള മുസ്ലിം സംഘടന മുസ്ലിം ലീഗുമായി അള്ളിപ്പിടിച്ച് അതിന്റെ കീഴ്ഘടകമെന്നോണം ബി ടീം എന്നോണം പ്രവർത്തിച്ചു വരുന്നു. മറ്റേ വിഭാഗം അതിന്റെ വിപരീതത്തിൽ ആന്റി മുസ്ലിം ലീഗ് എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ വിരുദ്ധ ലോബിയോടൊപ്പം വിരുദ്ധ രാഷ്ട്രീയ സംഘത്തോടൊപ്പം പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ പ്രവർത്തിച്ചു വന്ന ഈ സംഘം ഇപ്പോൾ ആ സംഘത്തിന്റെ രാഷ്ട്രീയ മേൽക്കോയ്മയുള്ള ആളുകളിൽ നിന്ന് ബന്ധപ്പെട്ട് വന്ന് രണ്ടിലും പരിവർത്തനങ്ങൾ വന്നു, മാറ്റങ്ങൾ വന്നു. മുസ്ലിം ലീഗിനെ അള്ളിപ്പിടിച്ച് നിന്നിരുന്ന വിദ്യാർത്ഥി നേതാക്കന്മാർക്കും വിദ്യാർത്ഥി നേതാക്കളായിരുന്നവർക്കും മുസ്ലിം ലീഗിനപ്പുറം സമസ്ത ഒറ്റയ്ക്ക് നിൽക്കണമെന്ന ഒരു ചിന്തയും സമസ്തക്ക് മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു ബന്ധം ഒരു വാലായി നിൽക്കേണ്ട ഒരാവശ്യമില്ല എന്ന ചിന്താഗതി വളരുകയും അത് വളർത്തുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിൽ മുസ്ലിം ലീഗിനെ ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന സമസ്ത വരുന്നു. മറുവിഭാഗത്തിലും ചിന്തകൾ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്ക്, ദീനീ രംഗത്തുള്ള ആളുകളെ തങ്ങളുടെ രാഷ്ട്രീയ ചിന്തയ്ക്ക് വേണ്ടി ചട്ടുകമാക്കിയിരുന്നവർ ബഹുഭൂരിപക്ഷം വരുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കൂടെയാണെങ്കിൽ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കളെയും നമുക്ക് സ്വന്തം കൊണ്ടുവരാം, വോട്ടാക്കി മാറ്റാം അവരെ എന്ന് കരുതി അവർ പരിശ്രമിച്ച് അവർക്കിടയിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് അവരോട് ഒട്ടി നിൽക്കുന്നവരും അനുകൂലിക്കുന്നവരായ ഒരു വിഭാഗത്തെ ഉണ്ടാക്കുവാൻ വേണ്ടി രാഷ്ട്രീയക്കാർ കുതന്ത്രങ്ങൾ വിനയുമ്പോൾ ആ കുതന്ത്രങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് വശംവദരായി കുറച്ച് പണ്ഡിതന്മാർ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലത് എന്നാൽ പിന്നെ കൂടുതൽ ആളുകളുള്ള സമസ്തയെ തന്നെയാണല്ലോ, മഹല്ലുകളുള്ള സംഘടന തന്നെയാണല്ലോ, അവരുടെ നേതാക്കളെ തന്നെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാമല്ലോ എന്നുള്ള പരിശ്രമത്തിൽ അവരെത്തുമ്പോൾ അവരോടതുവരെ ഒട്ടി നിന്നിരുന്ന ആളുകളും ലൈന്മാരാണ്. അങ്ങനെ രണ്ട് വിഭാഗത്തിലും വിള്ളലുകളും പ്രയാസങ്ങളും ഉണ്ടായിത്തീരുന്നു. ഈ പ്രയാസം എത്തി നിൽക്കുന്നത് ഇപ്പോൾ മഹല്ലുകൾ തീർത്തും ശിഥിലമാകുന്ന ഒരു രൂപത്തിലേക്കാണ്. നമുക്കറിയാവുന്നതുപോലെ ശൈഖുനായുടെ വഫാത്തിന്റെ ശേഷമുണ്ടായ അനന്തര രംഗങ്ങളെല്ലാം അവിടെ നിന്ന് ദീർഘദർശനം ചെയ്തിട്ടുള്ള അതേ രീതിയിൽ സമുദായത്തിൽ ദീനീ താല്പര്യം തീർത്തും ഇല്ലാതാവുകയും ഭൗതിക താല്പര്യങ്ങൾ കൂടി വരികയും രാഷ്ട്രീയ പാർട്ടികൾ ദുഷിക്കുന്നത് പോലെ മതസംഘങ്ങൾ ഉലമാ സംഘങ്ങൾ വരെ ദുഷിക്കുകയും ചെയ്യുന്ന ആ പരുവത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഭൗതിക താല്പര്യങ്ങളാൽ എന്തെല്ലാം ദുഷിപ്പുകൾ വരുമോ ആ ദുഷിപ്പുകൾ അത്രയും പണ്ഡിത സംഘടനകളെ ബാധിക്കുകയും അത് പ്രത്യേകമായി തന്നെ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പ്രത്യക്ഷമായി തന്നെ തെളിയുന്നതില്ല. ഈ പ്രത്യക്ഷമായി തെളിയുന്ന നിലയിൽ അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോഴാണ് ലീഗിനോടൊപ്പം നിന്നുകൊണ്ട് മഹല്ലുകളിലെല്ലാം ഭദ്രത വരുത്തി മഹല്ലൊന്നും കൈവിട്ടു പോകാതെ പോലീസിനെ കൊണ്ടോ മറ്റോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ടോ മറ്റോ ഉള്ള സേവനങ്ങളെല്ലാം ഉണ്ടായാലും മഹല്ല് വിട്ടുകൊടുക്കുകയില്ല എന്ന നിലയിലുള്ള ആ രീതിയിൽ മഹല്ലുകൾ സ്വന്തമായി കിട്ടിയപ്പോൾ ആ മഹല്ലുകൾ തങ്ങളുടെ സംഘത്തിന് സ്വന്തമാക്കണം, തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് സ്വന്തമാക്കണം, സമസ്തയ്ക്ക് കീഴിൽ മാത്രമാക്കണമെന്ന ദുർവാശികൾ വരികയും കേരളത്തിലുള്ള സുന്നി മഹല്ലുകളെല്ലാം രാഷ്ട്രീയത്തിന്റെ ഇഷ്ടം കൊണ്ട് രാഷ്ട്രീയത്തിന്റെ ബലത്തിലും സ്വാധീനം കൊണ്ട് പൊതുമഹല്ലുകളെല്ലാം സ്വന്തമാക്കുകയും സങ്കുചിതമായ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ തങ്ങളുടെ പരിധിയിൽ വരുത്തുന്നിടത്തേക്ക് എത്തുകയും ചെയ്യുന്നത് കുറെ കലുഷമായ ഒരു ഘട്ടത്തിലാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സംഘടന തന്നെ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തിയത് നമുക്കറിയാം. ആ ക്യാമ്പയിനിൽ അന്ന് ചൂണ്ടിക്കാണിച്ച അതേപോലെ മഹല്ലുകൾ ശിഥിലമാവുക എന്നിടത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ തീർത്തും എത്തിപ്പെട്ടിരിക്കുകയാണ്. മഹല്ല് ഫെഡറേഷൻ എന്ന സംവിധാനം വന്നപ്പോൾ എനിക്കോർമ്മയുണ്ട് ശൈഖുനാവുകളുടെ മുമ്പിൽ മഹല്ല് ഫെഡറേഷന്റെ രൂപീകരണത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ തന്നെ ശൈഖുനായുടെ മുമ്പിൽ വന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ മഹല്ലുകളൊക്കെ ഒന്ന് ഏകീകരിക്കുന്നതിനും മഹല്ലുകളൊക്കെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ശൈഖുനാവർക്ക് പറഞ്ഞു, നിങ്ങളൊക്കെ സമസ്തക്കാരല്ലേ,
നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഈ മഹല്ലുകളെല്ലാം സമസ്തയ്ക്ക് കീഴിലാക്കി സംഘടനാവൽക്കരിക്കാനും സംഘടന അതിലെല്ലാം ആക്കിക്കൊണ്ട് മഹല്ല് നാശപ്പെടുത്താനും വേണ്ടിയാണ് പരിശ്രമിക്കുന്നതെന്ന് മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ടവർ വന്നപ്പോൾ ശൈഖുനാബോട് പറഞ്ഞത്. നമ്മളിപ്പോ ഞാൻ ഇന്നലെ ഏതൊരു കുട്ടി കാണിച്ചെന്ന വാട്സാപ്പ് കാണുന്നത് എന്താണ്? പാണക്കാട് സയ്യിദ്മാര് കാലിമാരായ സ്ഥലത്ത് കാലിയായ മഹല്ലുകളുടെ സംഗമം അവർ വിളിച്ചു കൂട്ടുകയാണ്. ആ സംഗമം വിളിച്ചു കൂട്ടുന്നതിനുള്ള ഒരു ചെറിയ പ്രചാരണമാണ് ഇത് കാണുന്നത്. മനസ്സിലാക്കുക എന്താ കണ്ടു നോക്കുമ്പോൾ എനിക്ക് എരിഞ്ഞത്, സമസ്ത മുഷാവറ തീരുമാനിക്കാത്തതാണ് പാണക്കാട് സാദാത്ത് തീരുമാനിക്കുന്ന ഈ യോഗം. ആ സാദാത്തിന്റെ കീഴിലുള്ള ഈ യോഗം സമസ്ത മുഷാവറ തീരുമാനിച്ചിട്ടില്ല. സമസ്ത മുഷാവറ തീരുമാനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് സുന്നി മഹല്ല് ഫെഡറേഷനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ജാഗ്രത. സുന്നി മഹല്ല് ഫെഡറേഷനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. സുന്നി മഹല്ല് ഫെഡറേഷന്റെ ബോധത്തിനൊക്കെ എവിടെ എത്തി നിൽക്കുന്നത് നമുക്കറിയാലോ. മഹല്ലുകളിൽ നിക്കാഹുകൾ, മഹല്ലുകളിൽ നടക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളൊക്കെ സംഘടനാവൽക്കരിക്കുന്ന രീതിയിലേക്ക് സുന്നി മഹല്ല് ഫെഡറേഷൻ വ്യാപിക്കുകയും അതിനുവേണ്ടി ആസൂത്രിതമായി മെല്ലെ 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 നിൽക്കുകയും ചെയ്ത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മഹല്ലുകളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തിനൊപ്പോ 100ാം വാർഷികല്ലേ ആഘോഷിക്കുന്നത്. സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്ത് ഇപ്പൊ എന്താണ് 100ാം വാർഷികമാണ്. സിദ്ധരാമയ്യാണ് ഉദ്ഘാടനം. അതൊന്നും ആർക്കും പറയാൻ പാടില്ല എന്നാണ്. അതായത് ആർക്കും ഒന്നും പറയാൻ പാടില്ല. ഞങ്ങളെ സംഘം ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടി, ഞങ്ങൾ തീരുമാനിച്ചോളും ആരെ കൊണ്ടുവരണം ആരാക്കാന്നൊക്കെ. ഇത് വെള്ളരിക്കാപ്പട്ടണമൊന്നുമല്ല. ഒരു സമൂഹം ഒന്നിച്ചു നിൽക്കുമ്പോൾ, അതും ബഹുമത സമൂഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന രാജ്യത്ത് ഓരോ പാർട്ടിക്കാരും ചെയ്യുന്നതിനെ മറുപക്ഷം നല്ലപോലെ വീക്ഷിക്കുന്നുണ്ട്, നല്ല നോക്കുന്നുണ്ട്. നോക്കി കണ്ടുകൊണ്ട് പ്രതികരിക്കുക എന്നത് ഈ രാജ്യത്തിന്റെ അല്ല, സാമൂഹികമായും മനുഷ്യകുലത്തിന്റെ സ്വഭാവമാണ്, സഹജ സ്വഭാവം. ഇതില്ല എങ്കിൽ ഇവിടെ നന്മകൾ നിൽക്കുമോ, നീതികൾ നിൽക്കുമോ, ധർമ്മ ചർച്ചകൾ നിലനിൽക്കുമോ, സത്യാസത്യത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ പണ്ട് തിരുമുടിയുമായി ബന്ധപ്പെട്ട വിവാഹത്തിന്റെ കാലത്ത് ഒരു കൂട്ടം ആളുകൾ തിരുമുടി എന്ന് വിശ്വസിക്കുന്ന മുടി കൊണ്ടുവന്ന് അവരവരിൽ വിശ്വാസമുള്ള ആളുകൾക്കും അത് ബർക്കത്ത് കിട്ടുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നതിനെതിരെ എന്തിനാണ് ഇവിടെ വലിയ കോലാഹലമുണ്ടായത്? കേരളത്തിലുടനീളമുണ്ടാകുന്ന കോലാഹലമുണ്ടായില്ല. ആ കോലാഹലം എവിടെയാണ് ചെന്നെത്തിയത്? തനി ഭൗതികന്മാരായ രാഷ്ട്രീയകൾ പറ്റിവരെ മുടിയായാലും നഖമായാലും അതൊക്കെ ബോഡി വേസ്റ്റുകളാണ് എന്ന് ഇവിടുത്തെ തനി ഭൗതികന്മാരായ രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് പറയുന്നിടം വരെ എത്തിയില്ലേ ബഹളം? ഇത് ബഹളത്തിന്റെ ഊക്കുകൊണ്ടല്ലേ? ഏതോ ഒരു കൂട്ടര് അവരവരുടെ അനുയായികൾക്ക് കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വെള്ളത്തിൽ താല്പര്യമുള്ള ഒരു പോവുകയാണെന്ന് വെച്ചോട്ടെ, ഞങ്ങളെ മുടി ഞങ്ങൾ തീരുമാനിച്ചോല്ലാന്ന് ഒരു പറയണമെങ്കിൽ മറ്റുള്ളവരുടെ ഉണ്ടായിരുന്ന പോരെ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ വിഭാഗത്തിലായാലും നടന്നു വരുന്നതിനെതിരെ പ്രതികരിക്കലും നടന്നു വരുന്നതിനെ കാണലും ഒന്നാണ്. ഒരു ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു മഹത്തായ സംഘം അതിന്റെ പ്രത്യേകമായ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ 100ാം വാർഷികം ആഘോഷിക്കുന്നത് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിന് കേരളത്തിലാവുന്നതാണ് ഉചിതം. കേരളത്തിന്റെ ഈ തട്ടകത്തിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയി നടത്തുന്നു എന്ന ഒരു ചെറിയ അനൗചിത്യം, അത്രയല്ലേ ഉള്ളൂ. ആർക്കൊന്നും തടയാനൊന്നും കഴിയില്ല. ആ അനൗചിത്യം ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ആ അനൗചിത്യത്തോടൊപ്പം സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യുന്നു ജംഇയ്യത്തുൽ ഉലമായുടെ 100ാം വാർഷികം എന്ന് പറയുന്നതിലെ മറ്റൊരനൗചിത്യം. ഈ രണ്ട് അനൗചിത്യമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. ഈ അനൗചിത്യം ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതപ്രവർത്തകന്മാരെന്ന നിലക്ക് മറുപക്ഷത്തുള്ള ആളുകൾക്കൊക്കെ അവകാശമുണ്ട്. ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെങ്കിൽ ചെയ്തത് ശരിയല്ലെന്ന് പറയാനുള്ള അവകാശം അത് നോക്കിക്കാണുന്ന കേരളീയർക്ക് എല്ലാമുണ്ട്. അതെല്ലാ വിഭാഗത്തിനുമുണ്ട്. ആ അവകാശം എല്ലാവരും അംഗീകരിക്കണമല്ലോ. ഈ രീതിയിലേക്ക് എത്തുമ്പോൾ 100ാം വാർഷികമാണ് കൂടി ആഘോഷിക്കുന്നത്. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന സംഘം 200, 300, 400 കൊല്ലം പഴക്കമുള്ള പള്ളികളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയാദർശത്തെ അനുഷ്ഠിതമായി കൊണ്ട് തന്നെ നടക്കണമെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ അതേ രീതിയിൽ വിവാഹം നടക്കുന്നതിന്റെ രജിസ്റ്ററുകൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറപ്പെടുന്ന വരന് വേണ്ടിയും വധുവിന് വേണ്ടിയുമുള്ള രേഖകളൊക്കെ ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ മാത്രം പരിമിതമായി കൊണ്ട് വേണമെന്ന ദുർവാശിയും ഇവിടെ മഹല്ലുകളെ നാശപ്പെടുത്തുകയില്ലേ? ആ നാശപ്പെടുത്തുന്ന കാലത്താണ് നമ്മൾ ഈ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന് പറയുന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാമ്പയിൻ നടത്തിയത്. ഇപ്പോൾ അന്ന് ചൂണ്ടിക്കാണിച്ച യാഥാർത്ഥ്യങ്ങളെല്ലാം പുലരുകയാണ്.
പച്ചക്ക് പുലർന്നു വരുമ്പോൾ ബോധ്യപ്പെടുന്ന വിഭാഗം അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിവത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പള്ളി മഹല്ലുകളും വീതം വെച്ചതിപ്പോ എവിടേക്കെത്തി? ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ സൗകര്യം ചെയ്ത് കൊടുത്തത് ഇപ്പൊ എന്തായി എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പല ഘടകങ്ങളായി ചർച്ചകൾ നടക്കുന്നത്, പല സംഗമങ്ങളും പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംഗമങ്ങളൊക്കെ നടത്തുമ്പോൾ ഇപ്പോ അത് സമസ്തക്ക് വിരുദ്ധമാകും, സുന്നി മഹല്ലിന് ഫെഡറേഷന് വിരുദ്ധമാകും, അതിനെ തകർക്കുന്നതാണ് ഇത് എന്ന് വിലപിക്കേണ്ടി വരികയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉത്തരവാദപ്പെട്ടവർ. വ്യക്തികളൊന്നുമല്ല, വാട്സാപ്പിലുള്ളതാണ്, അങ്ങനെ പറയാനൊന്നും പറ്റില്ലെങ്കിലും നടക്കുന്ന പ്രചാരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയും എവിടെ നിന്ന് വരുന്നതാണ്? രാഷ്ട്രീയക്കാരുടെ ശൈലിയിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് തനി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം ഭൗതിക കലാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ രീതിയിലേക്കു തന്നെ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് വിപ്ലവവും സമരവുമാണ് നമ്മുടെ ധർമ്മം, ആ ധർമ്മത്തിലൂടെയാണ് മുന്നേറേണ്ടത് എന്ന രീതിയിലൂടെ ദീനീ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനകൾ നിന്നപ്പോ ആ രീതിയിലുള്ള പ്രവർത്തന ശൈലിയിലേക്ക് നീങ്ങിയപ്പോ മാധ്യമങ്ങൾക്ക് മുമ്പിലും മീഡിയകൾക്ക് മുമ്പിലും ആ വിധത്തിൽ തന്നെ ഇവിടുത്തെ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നവർ ഞങ്ങളാണ്, ഞങ്ങൾ പറയുന്നത് പോലെയാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സുന്നി സമുദായം നിൽക്കുക എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വ്യഗ്രത കാണിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉലമാക്കൾ മുതൽക്ക് കീഴ്ത്തട്ടിലെ വിദ്യാർത്ഥി നേതാക്കൾ വരെയുള്ള എല്ലാവരും. ഈ ഒരു സ്ഥിതിവിശേഷം ശൈഖുനാ അവറുകൾ ദീർഘദൃഷ്ടിയോടുകൂടെ മുന്നിൽ കണ്ടിരുന്നതും ചൂണ്ടിക്കാണിച്ചിരുന്നതുമാണ് SSFന്റെ രൂപീകരണ കാലത്ത്. അതിപ്പോ അങ്ങനെ തന്നെ വരിക. ആ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ ഇത്രത്തോളം ദുഷിക്കുമായിരുന്നില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇരിക്കട്ടെ, നാം ഇപ്പോ സ്ഥിതിവിശേഷം അതല്ല പറയുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ സാധിച്ചിട്ടുള്ള, ശൈഖുനാ അവറുകളുടെ കാലത്ത് അവിടെ നിന്ന് സാധിച്ചിട്ടുള്ളത് എന്തെന്നാൽ ഉലമാക്കന്മാരുടെ വീഥിയിലേക്ക്, പണ്ഡിതന്മാരുടെ ധർമ്മത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ ഉലമാക്കളെ വെളിച്ചം നൽകി ആനയിച്ചുകൊണ്ട് ഉലമാക്കളുടെ ദൗത്യം ഇന്നതാണ് എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ആ വഴിയിലൂടെ വഴി നടക്കാൻ പറ്റുന്ന ഒരു സംഘത്തെ, അത് എത്ര നേർത്തതാണെങ്കിലും എത്ര കൊച്ചു സംഘമാണെങ്കിലും അത്തരം ഒരു സംഘത്തെ രൂപീകരിച്ചെടുക്കുകയും ചെയ്യുന്നതിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകളുടെ ദൗത്യം വളരെ വിജയിച്ചിട്ടുണ്ട്. ഇന്ന് അവിടുന്ന് രൂപീകരിച്ച കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായും അതിന്റെ കീഴ്ഘടകങ്ങളും സംഘടനകൾക്കിടയിൽ ഒരു സംഘശക്തിയായി നിൽക്കാനുള്ള ത്രാണി നേടിയിട്ടുണ്ട്. ആ ത്രാണിയോടുകൂടെ നിൽക്കുന്നിടത്തോളം കാലം വോട്ട് നമ്മുടെ ലക്ഷ്യമല്ല, ആളുകളുടെ എണ്ണം നമുക്ക് ലക്ഷ്യമല്ല. ആളുകൾ എണ്ണമുണ്ടായെങ്കിൽ അതിന്റെ പിന്നാലെ തക്ബീർ ചൊല്ലാൻ ആളുകളുണ്ടെങ്കിൽ അതിലൂറ്റം കൊണ്ട് നിൽക്കുന്നവരല്ല ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ രൂപീകരിച്ചിട്ടുള്ള സംഘം. ഈ സംഘം എന്താണ് ഉലമാക്കളുടെ ദൗത്യം, എന്താണ് ദീനിന്റെ ദൗത്യം, എന്താണ് പരലോക വിജയത്തിനു വേണ്ടിയുള്ള വഴി എന്ന് പണ്ഡിതന്മാർ, ഉലമാക്കന്മാർ, അമ്പിയാക്കന്മാരുടെ വഴികളിലൂടെ പകർന്നു കിട്ടിയ വെളിച്ചം കൊണ്ട് മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ള വെളിച്ചത്തിൽ നിന്ന് ഉലമാക്കന്മാർ എങ്ങനെയായിരിക്കണം എന്ന് വഴി നടത്താൻ ഉലമാക്കന്മാരെയും ആ ഉലമാക്കന്മാർക്ക് പിന്നിൽ സത്യത്തിന് വേണ്ടി എങ്ങനെ നിലകൊള്ളണമെന്ന് സത്യവിശ്വാസികളെയും ധരിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തമ സംഘത്തെ ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ വാർത്തെടുത്തു. ശൈഖുനായുടെ ശിഷ്യന്മാർ അതിനെ വികസിപ്പിച്ചെടുത്തു. ആ വികസിപ്പിച്ചെടുത്തിട്ടുള്ള മഹത്തായ ദൗത്യം അത് അതിൻ്റെ സുന്ദരമായ രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്തൊക്കെ വന്നാലും ഒരു സംഘം എന്ന നിലക്ക് സംഘങ്ങൾ വഴിതെറ്റുമ്പോൾ വ്യക്തികൾ വഴിതെറ്റിയാലും സംഘങ്ങൾ വഴിതെറ്റിയാലും എവിടെയാണ് മാർഗച്യുതി സംഭവിക്കുന്നതെങ്കിൽ, തെറ്റുകൾ സംഭവിക്കുന്നതെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും ഉമ്മത്ത് മുസ്ലിമയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നേര് എന്തായിരിക്കണം, സത്യം എന്തായിരിക്കണം, ഉമ്മത്ത് മുസ്ലിമത്ത് എന്ന നിലക്ക് ആ ഉമ്മത്ത് എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്ന് മാർഗദർശനം നൽകാൻ പറ്റുന്ന ഒരു സംഘമായി ബഹുമാനപ്പെട്ടവരുടെ സംഘം കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ സജ്ജമായിരിക്കുന്നു. അതിൻ്റെ കീഴ്ഘടകങ്ങളാണെങ്കിൽ അതെല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ പാകത്തിൽ തന്നെ ശരിപ്പെട്ടിരിക്കുന്നു. ഇത് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകളുടെ പരിശ്രമത്തിന്റെ ഭാഗമാണ്, അവിടുത്തെ നിയോഗത്തിന്റെ ഭാഗമാണ്.
അവിടുത്തെ ദൗത്യ നിർവഹണത്തിന്റെ ഉപകാരമാണ്, അതിന്റെ നേട്ടമാണ്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാവറുകളെയും അവിടുത്തെ വ്യക്തിത്വത്തെയും അവിടുത്തെ നിയോഗത്തെയും ഈ കേരളത്തിന് പുതിയ തലമുറക്ക് 40 വർഷം പിന്നിട്ടിട്ട് വരുന്ന 40 വർഷമാണ് ഒരു കർന്ന് എന്ന് മഹത്തായ ഇമാമിയങ്ങൾ, മഹാന്മാരായ ഇമാമുകൾ വിരിക്കാറുണ്ട്. അതായത് ഒരു 40 വർഷം കഴിഞ്ഞ് പിന്നൊരു 40 വർഷം വരുമ്പോൾ പുതിയ തലമുറയാണ്. ഓരോ തലമുറയിലും പല തലമുറകൾ സംഗമിക്കും. ആ സംഗമങ്ങളുടെ ആ ഒരു ഘട്ടം അങ്ങനെ കഴിഞ്ഞ് പുതിയൊരു 40 കൊല്ലത്തിലെത്തുമ്പോൾ ആ സംഗമങ്ങൾ വിഭാഗങ്ങളിൽ നിന്നും ചിലതൊക്കെ മാറി മാറി പോകും. ഈ ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ പുതിയ ഒരു കർണിലേക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാവറുകളെയും അവിടുത്തെ സംഘത്തെയും സന്ദേശത്തെയും പകർന്നു നൽകുന്നതിന് വേണ്ടി, പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ടവരെ വിലയിരുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഈ മഹത്തായ ഈ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സ്മൃതി സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.